വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ മീഷോന്ന് വീട്ടിലേക്ക് കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഫസ്റ്റ് വൺ തന്നെ ഈ ഒരു ഹുക്കാട്ടോ, വാളിൽ നമുക്ക് ഒട്ടിച്ച് വെക്കാൻ പറ്റിയ ഹുക്കാണ്. ഇത് നമ്മൾ പശ കൊണ്ട് ഒട്ടിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ആമസോണിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്തത് മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് മീഷോന്ന് ഞാൻ വാങ്ങിയതാട്ടോ. അപ്പോൾ ഇത് ടോട്ടലി ഒരു 10 എണ്ണമാണ് വരുന്നത്. നമുക്കിപ്പം എന്താ പറയുക, വാളിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒട്ടിക്കുക, എന്തെങ്കിലുമൊക്കെ കാലണ്ടറൊക്കെ തൂക്കാനാണെങ്കിലോ അല്ലെങ്കിൽ കീസൊക്കെ തൂക്കിയിടാനാണെങ്കിൽ കൂടി നമുക്ക് ഈ ഒരു വാൾ ഹുക്ക് നമുക്ക് മസ്റ്റായിട്ടും എല്ലാവരുടെ വീട്ടിലും ഇപ്പം ഉണ്ടായിരിക്കേണ്ട ഒരു സാധനമാണ്. എനിക്ക് തോന്നുന്നു നമുക്കങ്ങനെ ഡ്രില്ലൊന്നും ചെയ്യാൻ പറ്റാത്ത വോളൊക്കെ ആണെങ്കിൽ, ഇപ്പോഴത്തെ എല്ലാ വോളും അങ്ങനത്തെ കാര്യമാണല്ലോ, ഇങ്ങനെ ഡ്രില്ലൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ ആണിയൊന്നും അടിക്കാൻ പറ്റാത്താണെങ്കിൽ ഡ്രില്ലൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് പകരം നമുക്ക് ഈ ഒരു വാൾ ഹുക്കാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഇത് ഒട്ടിക്കുമ്പോൾ നമ്മൾ മസ്റ്റായിട്ടും നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിങ്ങനെ താഴേക്കായിട്ട് വേണം നമ്മൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയെങ്കിലും പോയി ഒട്ടിച്ചിട്ട് അവസാനം അത് മേലേക്ക് ഇരിക്കാൻ പാടില്ല, ഇത് താഴേക്ക് വരുന്ന രീതിയിൽ തന്നെ ഒട്ടിക്കണം. നെക്സ്റ്റ് ഞാൻ വാങ്ങിയത് ഒരു കേർട്ടനാട്ടോ. ഇത് നമുക്ക് ജനലിലൊക്കെ ഇടാൻ പറ്റിയ കേർട്ടനാണ്, വലിയ ഡോർസിനല്ല, പക്ഷേ ജനലിലൊക്കെ ഇടാൻ പറ്റിയൊരു ലെങ്ത്തിലാണ് ഈ ഒരു കേർട്ടൻ വരുന്നത്. ഇത് പക്ഷേ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ടൈപ്പ് ഒരു കേർട്ടനാണ്. അങ്ങനെ സൺലൈറ്റ് അങ്ങനെ ബ്ലോക്ക് ആക്കില്ല. നമുക്ക് ലൈറ്റും വേണം എന്നാൽ അങ്ങനെ ഹാർഷായിട്ട് ലൈറ്റ് വേണ്ട എന്നുള്ള കേസിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു കേർട്ടൻ നമുക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. നല്ലൊരു ഡിസൈനാണ്, ഒരു ബ്രൗൺ കളറിലാണ് ഡിസൈൻ വരുന്നത്. നെറ്റിൻ്റെ ഡിസൈനാണ്, അത് നെറ്റിൽ ഇങ്ങനെ ഒരു സ്റ്റിച്ചിങ് വരുന്ന പോലത്തെ ഡിസൈനാണ്. സ്റ്റിച്ചിങ് ഒക്കെ പെർഫെക്റ്റ് ആണ്, കുഴപ്പമില്ലാതിരിക്കും. ട്രാൻസ്പെറൻ്റ് ആണ്, അതുകൊണ്ട് മെറ്റീരിയൽ അങ്ങനെ വലിയ വെയിറ്റ് ഒന്നുമില്ല. ഭയങ്കര പാറി പടന്ന് കിടക്കുന്ന ഒരു ടൈപ്പ് ഒരു മെറ്റീരിയലാണ് വരുന്നത്. വളരെ തിന്നായിട്ടുള്ളൊരു മെറ്റീരിയലാണ്, എന്നാൽ അങ്ങനെ കീറിപ്പോകത്തൊന്നുമില്ല. അത്യാവശ്യം നമുക്ക് ജനലിലൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പ് ഒരു കേർട്ടനാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ കേർട്ടൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു കേർട്ടൻ മസ്റ്റായിട്ടും വാങ്ങാൻ പറ്റുന്ന ഒരു ഐറ്റം കേട്ടോ. കാരണം സ്റ്റിച്ചിങ് ഒക്കെ ഉണ്ട്, പ്രോപ്പറാണ്, അങ്ങനെ എവിടെ ഡാമേജോ അങ്ങനത്തെ ഒരു ഇഷ്യൂസും ഇല്ല. കാണാനും ഭയങ്കര സിമ്പിളാണ്, അങ്ങനെ ഓവറായിട്ടുള്ള വർക്കും ഇല്ല, എന്ന ഒരു പാറ്റേൺ കൊടുത്തിട്ടുമുണ്ട് ബ്രൗണിൽ തന്നെ. ലെങ്ത് അത്യാവശ്യം ഉണ്ട്, അതുകൊണ്ട് കുറച്ച് വലിപ്പമുള്ള വിൻഡോസിനാണെങ്കിലും നമുക്ക് ഈ ഒരു കേർട്ടൻ യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഞാൻ കുറച്ച് ചവിട്ടിയാട്ടോ വാങ്ങിയത്. ഇതും നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണല്ലോ. എസ്പെഷ്യലി ഈ ഒരു ചവിട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലൊന്നും ഇടാനല്ല, അങ്ങനെ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ചവിട്ടിയല്ല, പക്ഷെ നമുക്കിപ്പം കിച്ചണിലൊക്കെ യൂസ് ചെയ്യാനാണെങ്കിലോ അല്ലെങ്കിൽ നമുക്കിപ്പം ബാത്റൂമിൻ്റെ അവിടെയും ടോയ്ലറ്റിൻ്റെ അവിടെയൊക്കെ നമ്മൾ ഡോർ തുറന്ന് വരുന്ന സമയത്ത് വെള്ളമൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഇടുന്ന ചവിട്ടിയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ചവിട്ടിയാണ്. ഇത് അത്യാവശ്യം എണ്ണം ഉണ്ടായിരുന്നു, നമുക്ക് സ്റ്റോക്കായിട്ട് വെക്കാനും പറ്റും. എല്ലാ ചവിട്ടിയും സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ വരുന്നത്. പിന്നെ കളറ് കുറച്ച് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ, പക്ഷേ ഇതൊക്കെ മിക്സ്ഡ് അപ്പ് ആയിട്ടുള്ള കളറാണ്. സ്റ്റിച്ചിങ് ഒക്കെ ആണെങ്കിലും കുഴപ്പമില്ലാത്ത സ്റ്റിച്ചിങ് ആണ്, അങ്ങനെ ലൂസായിട്ടുള്ളൊരു സ്റ്റിച്ചിങ്ങും ഇല്ല, പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബാത്റൂം സൈഡിലൊക്കെ ഇടാനായിട്ടാണെങ്കിൽ നമുക്ക് ഈ ഒരു ചവിട്ടി മസ്റ്റായിട്ടും വാങ്ങാവുന്നതാണ്. കാരണം റേറ്റും കുറവാണ്, അത്യാവശ്യം എണ്ണവും കിട്ടുന്നുണ്ട്. പിന്നെയും എനിക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നിയത് ഈ ചവിട്ടി കേട്ടോ. ഇതിനകത്ത് കുറച്ച് കൂടുതലായിട്ടും റെഡ് കളറാണ് കൂടുതലായിട്ടും എടുത്ത് കാണിക്കുന്നത്. അതർവൈസ് എല്ലാ പാറ്റേണും സ്റ്റിച്ചിങ്ങും ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ വരുന്നത്. മൊത്തത്തിൽ 5 ചവിട്ടിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ സൈസിലുള്ള ചവിട്ടികളാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഞാൻ വാങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേർട്ടനൊക്കെ തൂക്കാൻ വേണ്ടിയിട്ടുള്ള ഹുക്കാട്ടോ. അപ്പോൾ ഈ ഒരു ഹുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചില വിൻഡോസിലുള്ള റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഊരിയെടുക്കാൻ പറ്റാത്തതായിരിക്കും. സോ നമുക്ക് കേർട്ടനൊക്കെ നമുക്ക് അറ്റാച്ച് ചെയ്യണമെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് ഒരു ഹുക്കാണിത്. ഇത് അത്യാവശ്യം കുറച്ചെണ്ണം ഉണ്ടായിരുന്നു, ഞാൻ എണ്ണ നിന്നില്ല, 2 പാക്കായിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഓർഡറിൽ തന്നെ 2 പാക്കായിട്ടാണ് കിട്ടിയത്. അത്യാവശ്യം നല്ല പോലെ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നൊരു 2 കേർട്ടൻ അല്ലെങ്കിൽ ഒരു 2-3 കേർട്ടൻസൊക്കെ അറ്റാച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടൈപ്പ് എണ്ണ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതും വളരെ ചീപ്പ് റേറ്റിനാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. പ്രൊഡക്റ്റിൻ്റെ എന്ത് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിലും അതിനെപ്പറ്റിയും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്